Hello all. In continuation to the last video, we are going to learn some more important terms relating to the monetary policy of Reserve Bank of India. First one, repo rate. Repo rate is also known as repurchase rate. It is a rate at which banks borrow money from the central bank. റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കിന് ബോറോ ചെയ്യാൻ പറ്റും അല്ലേ. റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്ക്സ് ബോറോ ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് ഓർ റീപർച്ചേസ് റേറ്റ്. അങ്ങനെ വെറുതെ ബോറോ ചെയ്യാൻ പറ്റില്ല. ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് ടു ഗിവ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിച്ച് ഈസ് കെപ്റ്റ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി വിത്ത് ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊടുത്തിട്ടാണ് ബോറോ ചെയ്യുന്നത്. ഓക്കെ. There is an agreement between commercial banks and Reserve Bank of India also. Agreement is that the commercial bank will repurchase it at a future date at predetermined price. ഒരു predetermined priceൽ ഇത് റീപർച്ചേസ് ചെയ്തോളാം, ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എല്ലാം റീപർച്ചേസ് ചെയ്തോളാം എന്ന എഗ്രിമെൻറ്റിൻ്റെ മുകളിലാണ് ബാങ്ക് ഈ സെക്യൂരിറ്റീസ് എല്ലാം ഈ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് റിസർവ് ബാങ്കിൽ വെച്ച് ഫണ്ട് ബോറോ ചെയ്യുന്നത്. ഓക്കെ. സോ ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ റിസർവ് ബാങ്കിന് ഒരു പലിശ കൊടുക്കണം. ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് റിപ്പോ റേറ്റ് ഓർ റീപർച്ചേസ് റേറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ റീപർച്ചേസ് റേറ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നീട് റീപർച്ചേസ് ചെയ്തോളാം, ഞങ്ങൾ തന്നെ തിരിച്ചു വാങ്ങിക്കോളാം എന്ന് കമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്കും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ കറൻറ്റ് റിപ്പോ റേറ്റ് ഈസ് 4%. ദാറ്റ് മീൻസ് ഒരു 100 റുപ്പീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുത്ത് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി കമേഴ്ഷ്യൽ ബാങ്ക് തിരിച്ചു വാങ്ങും. അപ്പോൾ കൊടുക്കേണ്ട തുക 104 രൂപയായിരിക്കും. ഓക്കെ. ആ പിക്ചറൊക്കെ അറിയാം. 9% ആണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ 109 രൂപ റിസർവ് ബാങ്കിന് കൊടുക്കണം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് റിപ്പോ റേറ്റ്? ഇഫ് റിപ്പോ റേറ്റ് ഇൻക്രീസസ്, റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പലിശ കൊടുക്കണം അല്ലേ. റിസർവ് ബാങ്കിന് കൂടുതൽ പലിശ കൊടുക്കണം. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? കമേഴ്ഷ്യൽ ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുത്ത ലോണിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ ബിസിനസ്മെൻ ഇനിയൊരു ലോൺ എടുക്കുമോ? ഇല്ല. സോ ബിസിനസ്മെൻ ബോറോ ലെസ് മണി. Thereby they do not start new business or do not expand their existing business, which leads to less job opportunities, which leads to less income, less demand. Ultimately, the shopkeeper will bring down the prices to attract the people buying more things. Thus, inflation can be controlled by the Reserve Bank of India. The reverse happen when the repo rate decreases. Repo rate decrease ചെയ്താൽ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് കുറയ്ക്കും. അപ്പോൾ ബിസിനസ്മാൻ കൂടുതൽ ബോറോ ചെയ്യും. കൂടുതൽ ബോറോ ചെയ്യുമ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും, ജോബ് ഓപ്പർച്യൂണിറ്റി കൂടും, കൂടുതൽ ഇൻകം ആവും, കൂടുതൽ ഡിമാൻഡ് വരും. ഷോപ്പ് കീപ്പേഴ്സ് എന്ത് ചെയ്യും? ഓരോ പ്രൊഡക്റ്റിനെ പ്രൈസ് എന്ത് ചെയ്യും? അവർ കൂട്ടാൻ തുടങ്ങും. ഇങ്ങനെ ഒരു മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ് റിപ്പോ റേറ്റ് കൺട്രോളിങ്. ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആർക്ക് കൊടുക്കേണ്ടതാണ്? റിസർവ് ബാങ്കിന് കൊടുക്കേണ്ടതാണ് ഫണ്ട് ബോറോ ചെയ്യുന്നതിൻ്റെ മുകളിൽ. അതും ഗവൺമെൻറ് സെക്യൂരിറ്റി വെച്ചിട്ടാണ് ഈ ബോറോ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ എന്താണ് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും തമ്മിലൊരു വ്യത്യാസം എന്നുള്ളത്. ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റും റിസർവ് ബാങ്കിൽ നിന്ന് കമേഴ്ഷ്യൽ ബാങ്ക് കടമെടുക്കുന്ന ഫണ്ടിൻ്റെ മുകളിൽ കൊടുക്കേണ്ട പലിശ നിരക്ക് തന്നെയാണ്. Interest rate, that is bank rate is also the lending rate at which commercial banks can borrow from the Reserve Bank of India. Reserve Bank of India യിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ലെൻഡിങ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബോറോ ചെയ്യുന്ന ഫണ്ട്, ബോറോ ചെയ്യുന്നുണ്ടല്ലോ അതിന് പകരം കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കണം. അതേസമയം ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഫണ്ട് ബോറോ ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയാണ്. സോ റിപ്പോ റേറ്റിന് റിസ്ക് കുറവും ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന റിസ്ക് കൂടുതലുമാണ് റിസർവ് ബാങ്കിന്. കാരണം റിപ്പോ റേറ്റിന് വേണ്ടി കൊടുത്ത ഫണ്ടിൻ്റെ മുകളിൽ സെക്യൂരിറ്റി ഉണ്ട് റിസർവ് ബാങ്കിന്. അതേസമയം ബാങ്ക് റേറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഫണ്ടെന്ന് പറഞ്ഞാൽ ആ ഫണ്ടിന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഓൾവേസ് റിപ്പോ റേറ്റ് ഈസ് ലോവർ ദാൻ ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എപ്പോഴും ബാങ്ക് റേറ്റിനേക്കാളും കുറവുമായിരിക്കും. ദ കറന്റ് റിപ്പോ റേറ്റ് ഇസ് 4% and current bank rate is 4.65%. Reverse repo rate. Reverse repo rate or reverse repurchase rate is the rate at which Reserve Bank of India borrows money
റിസർവ് ബാങ്കിനും കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടമെടുക്കാം. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് കടമെടുക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത്? റിവേഴ്സ് റിപ്പോ റേറ്റ് ഓർ റിവേഴ്സ് റീപർച്ചേസ് റേറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദ കൺട്രി. ഒരുപാട് ഫണ്ട് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ വരുമ്പോൾ റിസർവ് ബാങ്ക് എടുക്കുന്ന ഒരു മോണിറ്ററി പോളിസിയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. അതായത് ഈ ഫണ്ട് ഉണ്ടല്ലോ, അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിന് റിസർവ് ബാങ്കിന് കൊടുക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിന് കൊടുക്കുമ്പോൾ കൂടുതൽ പലിശ നിരക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും ഭേദമല്ലേ റിസർവ് ബാങ്കിന് കൊടുക്കുന്നത്. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ പലിശ നിരക്കിലാണ് ആരുടെ നിന്ന് വാങ്ങുന്നത്? ഈ പറയുന്ന കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുന്നത്. സോ കമേഴ്ഷ്യൽ ബാങ്ക് ഫണ്ട് എല്ലാം കൂടി ആർക്ക് കൊടുക്കും? റിസർവ് ബാങ്കിന് കൊടുക്കും. സോ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ കൂടുതൽ പണം വരുമ്പോൾ റിസർവ് ബാങ്ക് അത് വരിക്കാൻ വേണ്ടി, ആ ലിക്വിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. The reverse repo rate is always less than repo rate. Reverse repo rate എന്ന് പറയുന്നത് റിപ്പോ റേറ്റിനേക്കാളും കുറവാണ്. ബിക്കോസ് ദ റിസർവ് ബാങ്ക് കനോട്ട് ഗിവ് മോർ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിന് കൂടുതൽ ഇൻട്രസ്റ്റും ലോണിന് കുറവ് ഇൻട്രസ്റ്റും ഒരിക്കലും റിസർവ് ബാങ്ക് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ റിപ്പോ റേറ്റ്. ദ കറന്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് 3.35. റിപ്പോ റേറ്റ് എത്രയായിരുന്നു? 4%. അതിനേക്കാളും കുറവായിരിക്കും എപ്പോഴും റിവേഴ്സ് റിപ്പോ റേറ്റ്, ദാറ്റ് ഈസ് 3.35%. ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം റിപ്പോ മീൻസ് ഇറ്റ് ഈസ് എൻ ഇഞ്ചക്ഷൻ ഓഫ് ലിക്വിഡിറ്റി. കൂടുതൽ ഫണ്ട് കമേഴ്ഷ്യൽ ബാങ്ക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് കൂട്ടും, റിപ്പോ റേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, കൂടുതൽ ഫണ്ട് ആർക്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റിപ്പോ റേറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഇഞ്ചക്ഷൻ ഓഫ് ലിക്വിഡിറ്റി. അതേസമയം ലിക്വിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ ആണ് യൂസ് ചെയ്യുക, റിവേഴ്സ് റിപ്പോ. ഓക്കെ, ഇത് ബിസിനസ് ടുഡേയിൽ വന്നിട്ടുള്ള ഒരു കാർട്ടൂൺ ആയിരുന്നു. ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അത് റിസർവ് ബാങ്ക് ബാങ്ക്സിന് കൊടുക്കുമ്പോൾ ബാങ്ക് പബ്ലിക്കിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. അങ്ങനെ അത് ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. Another one is marginal standing facility rate, MSF. Marginal standing facility rate. It is another window for banks to borrow from the Reserve Bank of India in an emergency situation when interbank liquidity dries up completely. ഒരു കമേഴ്ഷ്യൽ ബാങ്കിന് ലിക്വിഡിറ്റി പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ അപ്പ് ആയിപ്പോയി, ഒരു സിറ്റുവേഷനും ഇല്ല, ഒരു അസിസ്റ്റൻസും ഇല്ല, ഒരു ബോറോയിങ് അസിസ്റ്റൻസും ഇല്ല കമേഴ്ഷ്യൽ ബാങ്ക്സിന്. സോ ദാറ്റ് ദേ ക്യാൻ ബോറോ ഫണ്ട് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. ഇത് എല്ലാ ബോറോയിങ് അസിസ്റ്റൻസും കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഈ ഒരു ഫണ്ട് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ബോറോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചാർജ് ചെയ്യുന്ന റേറ്റ് ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. Banks are allowed to use the securities that come under statutory liquidity ratio. Last video we have already learned what the statutory liquidity ratio is all about. അവിടെ SLR നമ്മൾ പറഞ്ഞു. SLR ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് ബോൺസ് ആയിട്ടോ സെക്യൂരിറ്റീസ് ആയിട്ടോ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. ഒരു നിശ്ചിത പ്രൊപ്പോർഷൻ, അതായത് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ റിസർവ് ബാങ്കിന് കീപ്പ് ചെയ്യുന്ന കാര്യമാണ് SLR എന്ന് പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, ആ സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ചാർജ് ചെയ്യുന്ന ഫണ്ട് ബോറോ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ MSF ഈസ് മോർ ദാൻ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഫണ്ടാണ്. ഇത് അതിനേക്കാളും വലിയ എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. കാരണം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കീപ്പ് ചെയ്യാൻ വേണ്ടി കമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിൽ വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ മുകളിലാണ് ഈ പറയുന്ന ഫണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് MSF എന്ന് പറയുന്നതിനേക്കാളും റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും MSF എന്ന് പറയുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ റിപ്പോ റേറ്റ്. ദ കറന്റ് MSF റേറ്റ് ഈസ് 4.65. റിപ്പോ റേറ്റ് എത്രയായിരുന്നു?
4%. 4.65% ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് 7th July 2020 അനുസരിച്ച് കറണ്ട് റേറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. CRR 3%, ക്യാഷ് റിസർവ് റേഷ്യോ 3%, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18.5%, റിപ്പോ റേറ്റ് 4%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 4.65% ആൻഡ് ബാങ്ക് റേറ്റ് 4.65%. ഓക്കെ, ഇത് എപ്പോഴും ഈ മോണിറ്ററി പോളിസിയുടെ ഭാഗമായി നമ്മുടെ ലിക്വിഡിറ്റി, എക്കോണമിയുടെ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരും. നിങ്ങൾ ഇടയ്ക്ക് ന്യൂസ് കാണുമ്പോൾ അറിയാം, CRRൽ വ്യത്യാസം വന്നു, SLRൽ വ്യത്യാസം വന്നു, റിപ്പോ റേറ്റിൽ വ്യത്യാസം വന്നു എന്നൊക്കെ കാണാം. അതനുസരിച്ച് ഈ റേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഏത് ഇൻ്റർവ്യൂസിന് പോയാലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റനെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാവും. ഇപ്പോഴത്തെ കറണ്ട് CRR എത്രയാണ്, SLR എത്രയാണ്, എന്താണ് SLR, എന്താണ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. So hope you understand some of the terms regarding the monetary policy of the Reserve Bank of India. Thank you.